Hello everyone. In this part, we will see module 1, that is basics of investment. ഇതിൻ്റെ അകത്ത് വാട്ട് ഇസ് ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ ഈ മോഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ്, പ്രോസസ്, ഇൻവെസ്റ്റ്മെന്റ് ലൈഫ് സൈക്കിൾ, then key consideration for making investment decisions and all. We have already discussed during first semester, and I have already done a video regarding that. I'll give the link of that video in the description box. ഇതേ സെയിം കാര്യങ്ങൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, so I'm not going to repeat that. We'll cover the rest of the portions according to the module 1. That is investment and speculation. ഇൻവെസ്റ്റ്മെന്റ് സ്പെക്കുലേഷൻ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് നമുക്ക് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മണി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. പുട്ടിംഗ് മണി ഇൻ അസെറ്റ്സ് വിത്ത് എക്സ്പെക്ടേഷൻ ഓഫ് ലോങ് ടേം ഗ്രോത്ത് ആൻഡ് ഇൻകം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതിന് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? ഇൻട്രസ്റ്റും സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ എന്ത് നോക്കും? അവിടെ ഇൻട്രസ്റ്റിന് പകരം ഡിവിഡൻഡ് കിട്ടും, പ്ലസ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ അവിടെ കിട്ടും. അതായത് ഷെയർ ഗ്രോ ചെയ്യും, ഷെയറിന്റെ പൈസ. ഇന്ന് 100 രൂപയ്ക്ക് വാങ്ങിയ ഷെയർ ഒരു വർഷം കഴിഞ്ഞിട്ട് 200 രൂപയാണെങ്കിൽ ഈ ഡിഫറൻസ് ബിറ്റ്വീൻ 100 ആൻഡ് 200, ഈ 100 രൂപയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ അപ്രീസിയേഷൻ അഥവാ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ അപ്രീസിയേഷനും പിന്നെ നമുക്ക് ഹാഫ് ഇയർലി ഓർ ക്വാർട്ടർലി ഓർ ഇയർലി കിട്ടുന്ന ഡിവിഡൻഡും ഇതിന് വേണ്ടിയിട്ട്, ഈ ഫ്യൂച്ചറിലുള്ള ഈ രണ്ടും റിട്ടേണിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബോണ്ടിലെ റിട്ടേൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ അതുപോലെ ഓരോ അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അതിന്റെ മെയിൻ ഉദ്ദേശം എന്തായിരിക്കും? ഫ്യൂച്ചറിലേക്ക് ഉള്ള ഒരു ഗ്രോത്ത് ആയിരിക്കും അതിന് ഉദ്ദേശം. അപ്പൊ ഇൻവെസ്റ്റ്മെന്റിന് കമ്പാരിറ്റീവ്ലി ലോവർ റിസ്ക് ആണുള്ളത്. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ റിസ്കിലുള്ള ഷോർട്ട് ടേം ട്രേഡ്സിനെയാണ് നമ്മൾ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. അതിന്റെ എയിം എന്ന് പറഞ്ഞാൽ ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ആണ്. ഷോർട്ട് ടേമിൽ ഹൈ റിസ്ക് എടുത്തിട്ട് പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അസറ്റ് ബൈ ആൻഡ് സെൽ ചെയ്യുന്നതിനാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളെ ഇൻവെസ്റ്റർ എന്ന് വിളിക്കുന്നത് പോലെ സ്പെക്കുലേഷൻ ചെയ്യുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെക്കുലേറ്റർ. ലെറ്റ്സ് സീ ഇറ്റ്സ് ഡിഫറൻസ്. നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ലോങ് ടേം, സ്പെക്കുലേഷൻ ഇസ് ഷോർട്ട് ടേം. ഇത് ഷോർട്ട് ടേം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ റിസ്ക് എന്താണ്? ഹൈ ആണ്. ഇതിന്റെ റിസ്ക് ലോ ടു മോഡറേറ്റ് റിസ്ക് ആണ്. ഇവിടെ മെയിൻലി നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ടെക്നിക്കൽ അനാലിസിസ് ആണ് സ്പെക്കുലേഷനിൽ. വി ഹവ് ഓൾറെഡി സീൻ ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ട്രെൻഡ് ചാർട്ട് യൂസ് ചെയ്തിട്ട്, ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ബേസിക് കാര്യങ്ങൾ, റേഷ്യോസ് ഒക്കെ വെച്ചിട്ട്. ഇവിടുത്തെ മെയിൻ എയിം, ഇൻവെസ്റ്റ്മെന്റിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ലോങ് ടേം സ്റ്റഡി ഗ്രോത്ത് ആണ്. പ്രോഫിറ്റ് നേടാനാണ് ഉദ്ദേശം. ആൻഡ് സോഴ്സസ് ഓഫ് റിട്ടേൺ അസറ്റിന്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. ഇവിടെ മാർക്കറ്റ് പ്രൈസിനനുസരിച്ചാണ് ഇവിടെ സ്പെക്കുലേഷൻ ചെയ്യുന്നത്. ലിവറേജ്, അതായത് ബോറോ ചെയ്ത മണി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നതാണ് ലിവറേജിന്റെ അർത്ഥം. കടമെടുത്ത മണി ഇവിടെ യൂസ് ചെയ്യും. പക്ഷെ യൂഷ്വലി നമ്മൾ ഇൻവെസ്റ്റേഴ്സ് അവരുടെ പൈസ തന്നെയാണ് കുറവായിട്ടേ യൂസ് ചെയ്യാറുള്ളൂ. ഇവിടെ യൂഷ്വലി എന്താണ്, ഫ്രീക്വന്റ്ലി യൂസസ് ലിവറേജ്, അതായത് പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കടം എടുത്തൊക്കെ നോക്കും. ഇവിടെ ബേസിക്കലി ഇൻവെസ്റ്റ്മെന്റ് ആരാണ് ചെയ്യുന്നത്? നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ് ആണ്, കോഷ്യസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇവിടെ അഗ്രസീവ് ഇൻവെസ്റ്റേഴ്സ് ആണ് ചെയ്യുന്നത്. അതായത് പെട്ടെന്ന് പ്രോഫിറ്റ് വേണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് സ്പെക്കുലേഷൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താണ് പഠിക്കാൻ ഉപയോഗിക്കുന്ന ടൂൾ? ഫണ്ടമെന്റൽ അനാലിസിസ്, സ്പെക്കുലേഷൻ, ടെക്നിക്കൽ അനാലിസിസ്. സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സ്പെക്കുലേഷൻ. ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലേക്കുള്ള ലോങ് ടേമിലേക്കുള്ള ഗ്രോത്തും ഇൻകം ഒക്കെ നോക്കിയിട്ട് നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ്. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഷോർട്ട് ടേമിലേക്ക് പെട്ടെന്ന് നമുക്ക് റിട്ടേൺ കിട്ടാൻ വേണ്ടി, പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് കമ്പാരിറ്റീവ്ലി ഹൈ റിസ്ക് വെൻ കമ്പയർഡ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ.